योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. അവസാനത്തെ ശ്ലോകമാണ് ഇന്നത്തെ വിഷയം. കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനീ വ്യാപിനി ജ്ഞാനഗംഗാം ഭക്തിശ്രദ്ധാ ഗയേയം നിജഗുരുചരണധ്യാനയോഗഃ പ്രയാഗഃ വിശ്വേശഃ അയം തുരീയഃ സകലജനമനഃസാക്ഷിഭൂതഃ അന്തരാത്മാ ദേഹേ സർവം മദീയേ യദി വസതി പുനഃ തീർത്ഥമന്യത് കിമസ്തി. ദേഹത്തിലിരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ അനുഭവിക്കാം, ഭഗവത് അനുഭവം നേടാം എന്നുള്ളത് കൊണ്ട് ദേഹേ സർവം മദീയേ എന്ന് അവസാനം പറയുന്നു. വാസ്തവത്തിൽ ഭഗവത് അനുഭവം ദേഹത്തിലല്ല ഉണ്ടാവുന്നത്, ഹൃദയത്തിലാണ്. എന്നാലും നമ്മൾ ദേഹത്തിലിരിക്കുന്നു എന്ന് തോന്നുന്ന ഈ ആയുഷ്കാലത്തിൽ തന്നെ അത് നേടുന്നത് കൊണ്ട് ദേഹത്തില് ദേഹം തന്നെ കാശിക്ഷേത്രമായിത്തീരുന്നു. എപ്പോഴാ? കാശിക്ഷേത്രം ശരീരം. കാശിക്ഷേത്രം ശരീരം ഇന്നലെ പറഞ്ഞല്ലോ. ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളപ്പിരാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലന 5 കാലാമണി വിളക്ക്. ഈ ശരീരം തന്നെ കോവിലായിട്ട് തീരുന്നു. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയത്തെ. അവിടെ ക്ഷേത്രം എന്നുള്ളതിന് അമ്പലം എന്നുള്ള അർത്ഥമല്ല, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സനാതന എന്നൊക്കെ പല ശ്ലോകങ്ങൾ. അപ്പോ ശരീരം തന്നെ കാശിക്ഷേത്രമായിട്ട് തീരാണ്. അതിൽ ജ്ഞാനം പ്രവഹിക്കാൻ തുടങ്ങുമ്പോ ത്രിഭുവനജനനീ വ്യാപിനി ജ്ഞാനഗംഗ. കാശിയില് ത്രൈലിംഗസ്വാമി എന്ന് പറഞ്ഞൊരു സിദ്ധപുരുഷനുണ്ടായിരുന്നു. ചില സിദ്ധപുരുഷന്മാർ അനേക വർഷങ്ങൾ ജീവിക്കും. അതുപോലെ എല്ലാരും കാണെ. അതുകൊണ്ട് അതിന് റെക്കോർഡൊന്നും വേണ്ട, സംശയമൊന്നുമില്ല. കാശിയിലുള്ളവർ മുഴുവൻ കണ്ടിരിക്കെ ഏകദേശം 280 വർഷത്തിൽ അധികം അദ്ദേഹത്തിനെ കാശിയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണാനായിട്ട് രാമകൃഷ്ണ പരമഹംസർ കാശിയിൽ പോയിട്ടുണ്ട്. എന്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാശിയിൽ പോയാൽ കാണാം. ചില രാമകൃഷ്ണ മഠങ്ങളിലൊക്കെ കാണാം. ത്രൈലിംഗസ്വാമിയും രാമകൃഷ്ണ പരമഹംസരും കൂടെ ഇരിക്കണത്. വലിയൊരു ശരീരം, ഭീമാകാരമായിട്ടിരിക്കുന്നു. വലിയ യോഗിയാണ് അദ്ദേഹം. മൗനിയാണ്, മിണ്ടൊന്നുമില്ല. ത്രൈലിംഗസ്വാമി ചരിത്രം എന്ന് പറഞ്ഞ് രാമകൃഷ്ണ മിഷൻ തന്നെ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചിരുന്നു. ഇപ്പൊ അത് കിട്ടാനുണ്ടോന്നറിയില്ല. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? രാമകൃഷ്ണ മിഷനിൽ ഇപ്പൊ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അത് കുറെ വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോ സ്വാമികൾ ഇപ്പോഴും സ്വാമിയുടെ സമാധിയൊക്കെ ഉണ്ട് കാശി ഗംഗാതീരത്തില്. ത്രൈലിംഗസ്വാമി മഠം ശരിക്കും സ്പോട്ട് എനിക്ക് ഓർമ്മയില്ല.
മണികർണിക ഘാട്ടത്തിന്റെ ഒക്കെ അടുത്തായിട്ട് വരും, ആ വശത്തായിട്ട് വരും. സ്വാമി ചിലപ്പോ ഗംഗയുടെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, ചിലപ്പോ ഗംഗയുടെ ഉള്ളിൽ കിടക്കും. നഗ്നനായിട്ടാണ് നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കാശിക്ഷേത്രമാണ്. ചിലപ്പോ അദ്ദേഹം ചെയ്യുന്നതൊക്കെ കണ്ടാൽ നിഷിദ്ധമായിട്ട് തോന്നും. എന്താന്ന് വെച്ചാൽ കാശിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ശിവലിംഗം ഉണ്ട്, നടക്കുന്ന വഴിയിലൊക്കെ ശിവലിംഗമൊക്കെ ഉണ്ടാവും. ചിലപ്പോ ചില ശിവലിംഗത്തിന്റെ മുമ്പിലായിരിക്കും, മേലെ ആയിരിക്കും അദ്ദേഹം മൂത്രവിസർജനം ചെയ്യണത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളില് ഗംഗയല്ലാതെ വേറൊന്നുമില്ല. നമ്മളുടെ ബുദ്ധിക്കാണ് അതൊക്കെ വികൃതമായിട്ട് തോന്നും. സ്വാമിയെ പല വിധത്തിലും പല ആളുകളും ടെസ്റ്റ് ചെയ്തു. ചുണ്ണാമ്പ് വെള്ളം കലക്കിയിട്ട് പാലാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തു. സുഖമായിട്ട് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൊടുത്ത ആൾക്ക് ശരീരം മുഴുവൻ എരിയാൻ തുടങ്ങി. ബ്രിട്ടീഷ് റെക്കോർഡിലുള്ള ഒരു കഥയാണ്. അതെന്തോ ഒരു കേസിൽ വളരെ മിസ്റ്റീരിയസ് കേസായിട്ട് അത് റെക്കോർഡിൽ ഇപ്പോഴും ഉണ്ടെന്നാണത്. സ്വാമിയെ നഗ്നനായിട്ട് നടക്കണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞ് പോലീസ് പിടിച്ച് ജയിലിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോ സ്വാമിക്ക് ജയിലിന്റെ ഉള്ളിൽ ഇരുന്നാൽ എന്താ, വെളിയിലിരുന്നാലെന്താ. പക്ഷെ വൈകുന്നേരം ഒരു സമയമാവുമ്പോ ഈ പോലീസ് കാണുന്നു സ്വാമി പുറത്തിറങ്ങി ഇങ്ങനെ പോണ്ട്, നടന്നു പോണ്ട്. കമ്പിയൊക്കെ അതേപോലെ ഉണ്ട്, ജയിൽ വാതിലൊക്കെ അതേപോലെ പൂട്ടിക്കിടക്കുന്നുണ്ട്. That which is magic to the finite is logic to the infinite. അദ്ദേഹത്തിന് സ്ഥൂല ശരീരമൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ ദൃഷ്ടിയിലാണ് സ്ഥൂല ശരീരമൊക്കെ ഉണ്ടായിരുന്നത്. ചിലപ്പോ കൽക്കട്ടയിൽ കാണും അത്ര അദ്ദേഹത്തിന്, ചിലര് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ത്രൈലിംഗസ്വാമി അതിന് പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് ശരീരം മുഴുവൻ ഗംഗാജലമാണെന്നാണ് പറയുന്നത്. നമ്മള് ഈ സാധാരണ മനുഷ്യരെ വെച്ചുകൊണ്ട് റിസർച്ച് ചെയ്തിട്ടാണ് മനുഷ്യ ശരീരത്തിന്റെ അനോട്ടോമിയൊക്കെ പറയണതേ. ബോഡി ഈസ് ഓൺലി ഇമാജിനേഷൻ. യുവർ സയൻസ് ഹാസ് ലിമിറ്റേഷൻസ്. അതിന് മേലെ അതില് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അവധൂതൻ ഞങ്ങളുടെ അവിടെ ഉണ്ട്. രാവിലെ എണീറ്റാ ചെങ്കൽപ്പൊടി സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. വാരി വാരി തിന്നണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസത്തെ ഇഡ്ഡലി ശരിയില്ലെങ്കിൽ വയറ് കേടുവന്ന് പോകുന്നു. രാവിലെ തിന്നുന്നത് പിടിപ്പിടിയായിട്ട് വാരിയിട്ട് ചെങ്കൽ പൊടിയാണ്. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ കുടിക്കും. മഴ വെള്ളം അവിടെ അവിടെ ചളി കെട്ടി നിൽക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ എടുത്തിട്ട് കുടിക്കും. ഇതൊക്കെ സാധാരണ ആളുകളുടെ വ്യവഹാരത്തിന് പറ്റില്ല. പക്ഷേ പറയണത് ദർ ഈസ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി. നമ്മൾ നമ്മളുടെ ശക്തിയെ അല്പമാക്കി 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 ഒരു ലിമിറ്റഡ് ഹ്യൂമൻ ബോഡിയെ വെച്ചുകൊണ്ട് അളന്നുകൊണ്ട് എല്ലാ ബോഡീസിനെയും ലിമിറ്റഡ് ആക്കുന്ന അറിവാണ് നമ്മൾ സപ്ലൈ ചെയ്യണത്. ഉള്ളിലുള്ള അന്തര്യാമിയുടെ ഒരു സങ്കല്പമാണ് ശരീരം എന്നാണ് വേദാന്തം പറയണത്. ഇറ്റ്സ് നോട്ട് എ സോളിഡ് തിങ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് the same stuff with which the dream is made of. സങ്കല്പത്തിന്റെ ബലത്തിന് എന്തിനേയും മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ അതിനൊക്കെ അത്രയും തപസ് ഉള്ള ജീവൻ വികസിക്കും തോറും അതിൽ മാറ്റങ്ങളൊക്കെ വരും. എന്തായാലും ശരീരം തന്നെ കാശിക്ഷേത്രമായിട്ട് തീരുന്നു ജീവൻ മുക്തന്മാർക്ക്. കാശിക്ഷേത്രം ശരീരം. ത്രിഭുവനജനനീ വ്യാപിനി ജ്ഞാനഗംഗ.
അവരുടെ ഉള്ളിൽ നിരന്തരം. അതുകൊണ്ടാണ് പരമേശ്വരന്റെ ശിരസിൽ നിന്നും ഗംഗ വീഴുന്നതായിട്ട് പറയണത്. ശിവമൗലിയിൽ നിന്നും ഗംഗ വീഴുന്നതായിട്ട് പറയണത് ജ്ഞാനികളുടെ നിത്യനിരന്തരമായി ജ്ഞാനികളിൽ നിന്നും ഈ ഗംഗ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ആകാശഗംഗ. ആ ആകാശഗംഗ ഡയറക്റ്റായിട്ട് ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ശിവൻ അത് ഏറ്റെടുത്തു എന്നാണല്ലോ കഥ. ശിവൻ തന്നിൽ ഏറ്റെടുത്തിട്ട് കുറച്ചായിട്ട് പുറമേക്ക് വിട്ടുകൊടുക്കുകയാണ് അല്ലേ? അതായത് ആകാശഗംഗ എന്ന് വെച്ചാൽ ഭൂസ്പർശമേൽക്കാത്ത ജ്ഞാനപ്രവാഹമാണ്. ആ ജ്ഞാനപ്രവാഹം ജ്ഞാനികളുടെ സ്വാനുഭവത്തിലുള്ളത് വാക്കിലൂടെ പുറത്തേക്ക് വരുമ്പോഴേക്കും വളരെ കുറച്ചായി പോകും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് റിസീവ് ചെയ്യാവുന്ന രീതിയിലാവുമ്പോഴേക്കും അത് വളരെ കുറച്ചായി പോകുന്നതാണ്. ശിവമൗലിയിൽ വീഴുന്നത് കുറച്ച് ചുവട്ടിലേക്ക്, ബിന്ദുസരസിലേക്ക് ശിവൻ വിട്ടുകൊടുത്തു എന്ന് പറയണത്. അപ്പോ ഗംഗ എന്നുള്ളത് ഒരു വിധത്തിൽ ആധ്യാത്മികാർത്ഥത്തിൽ നമ്മളിൽ ഗൂഢമായി കിടക്കുന്ന എന്തോ ഒരു നമ്മളെ പവിത്രമാക്കുന്നതും നമ്മളുടെ ഉദ്ധാരണത്തിന് കാരണമാവുന്നതുമായ ചിത്ശക്തിയാണ്. സാധാരണ ജലമല്ല. നമ്മളൊക്കെ ഇപ്പൊ സാധാരണ ജലം തെളിച്ചിട്ട് ആളുകളെ പവിത്രമാക്കുമല്ലോ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധി വന്നു കഴിഞ്ഞാൽ ശുദ്ധികലശം ചെയ്യും, എന്നിട്ട് വെള്ളം തെളിക്കും. ബാഹ്യമായിട്ട് വെള്ളം തെളിച്ച് ശുദ്ധമാക്കാവുന്നതാണ്. വൈദിക കർമ്മകാണ്ഡ കാലം മുതൽക്കുള്ള ഒരു സമ്പ്രദായമാണ് ജലത്തിനെ ശക്തിയുടെ ഒരു വാഹനമാക്കി മാറ്റുക എന്നുള്ളത്. കാര്യങ്ങൾക്കൊക്കെ ജലം ഉപയോഗിക്കുന്നു. ജലത്തിന് മനുഷ്യരുടെ ചിത്തവൃത്തികളെ, തോട്ട്സ്, സൈക്കിക് എനർജിയെ ആഗിരണം ചെയ്ത് എത്തിക്കാനുള്ള ശക്തിയുണ്ട് എന്നൊക്കെ ഇന്ന് വലിയ സീക്രറ്റ്സ് ഓഫ് വാട്ടർ, മിസ്റ്ററീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അതൊരു റിസർച്ച് ചെയ്ത് വലിയ പുസ്തകമായിട്ട് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പലർക്കും വിധിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ചില സൂക്കേടിനൊക്കെ അദ്ദേഹം മരുന്ന് പറയും, ചില സൂക്കേടിനൊക്കെ അദ്ദേഹം മന്ത്രം വിധിക്കും. മണിമന്ത്ര ഔഷധം എന്നാണ് ഋഷികളുടെ സമ്പ്രദായം. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പലർക്കും സൂക്കേടിന് വിധിക്കുന്നത് പാത്രത്തിൽ ജലം വെച്ചിട്ട് ശ്രീരുദ്രൻ ജപിക്കുക, അല്ലെങ്കിൽ ഗായത്രി ജപിക്കുക, എന്നിട്ട് ആ ജലം ദിവസം കുടിക്കാൻ കൊടുക്കുക, അഭിഷേകം ചെയ്യുക എന്നൊക്കെയാണ്. ആദ്യമൊക്കെ നമുക്ക് നമ്മളുടെ റാഷണൽ ബ്രെയിൻ, അതായത് ഒരു 10 വർഷം മുമ്പ് വരെ ഏകദേശം ഒരു 50-100 വർഷമായിട്ട് തുടങ്ങിയിട്ട് യുക്തി വിചാരത്തിന്റെ കാലമായിരുന്നു. ഇപ്പൊ അത് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോ യുക്തിക്ക് അപ്പുറമുള്ളതൊക്കെ ആളുകള് ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഈ കഥ ആദ്യം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊരു ശ്രദ്ധാവിശ്വാസം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണെന്നാണ്. അതുകൊണ്ട് വ്യാധികളൊക്കെ മാറിയതായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ അനക്ഡോട്ട്സ്, കഥകളൊക്കെ വരും. അപ്പൊ ഈ ജലത്തിന് ഒരു ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് ഉപയോഗിച്ച് ആ ജലം കൊണ്ട് പലതും ചെയ്യുക എന്നുള്ളത് കർമ്മകാണ്ഡ ഭാഗത്തിലുള്ളതാണ്. ആ ജലത്തിനെയാണ് എല്ലാത്തിനെയും പവിത്രമാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, തെളിച്ചിട്ടുമൊക്കെ. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ബുദ്ധമതത്തിലും അതുണ്ടായി. യേശുക്രിസ്തു 13ാമത്തെ വയസ്സിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ വന്ന് കുറച്ചു കാലം ബുദ്ധമതവും അതും ഇതുമൊക്കെ പഠിച്ചിട്ട് ഏകദേശം 28ാമത്തെ വയസ്സോടുകൂടിയാണ് തിരിച്ചങ്ങോട്ട് പോണത്. ആ കഥയൊക്കെ ഇന്നൊക്കെ ഗവേഷണം ചെയ്ത് എല്ലാവരും പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു. അതൊക്കെ അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ തന്നെ ഇളക്കിക്കളയുന്ന ഫാക്ട്സാണ്. അപ്പൊ ക്രിസ്തു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സ്നാതകനായിട്ടുള്ള യോഹന്നാൻ, ജോൺ,
ബാപ്റ്റിസ്റ്റ് ജോൺ. മൂപ്പരിവിടെ വന്നിട്ട് ഇവിടുത്തെ വൈദിക സമ്പ്രദായമൊക്കെ കൊണ്ടുപോയി അവിടെ പോയി മുറ്റും പ്രാകൃതമായിരിക്കുന്ന ആളുകളെ ഇത്തിരി ഒന്ന് വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഇതേ പരിപാടി മൂപ്പര് അവിടെ പോയിട്ട് ആ ജോർഡാൻ നദിയിൽ വെള്ളം എടുത്തിട്ട് തെളിക്കുക, ശുദ്ധമാക്കുക, ഓരോരുത്തരെ ജ്ഞാനസ്നാനം ചെയ്യിക്കുക എന്നൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തുടങ്ങി. അപ്പോഴാണ് ക്രിസ്തു വരുന്നതിന് മുമ്പ് അയാൾ പോയി ചെയ്യുമ്പോ അയാൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഹിയർ ഐ ബാപ്റ്റൈസ് യു വിത്ത് വാട്ടർ, there comes a person who will baptize you with the water of spirit എന്നാണ്. ചൈതന്യം കൊണ്ട് നിങ്ങളെ പവിത്രമാക്കുന്ന ചൈതന്യത്തിന്റെ ഗംഗ, ചൈതന്യത്തിന്റെ ജലം. ഈ വാക്കുകളൊക്കെ തന്നെ വൈദികമാണ്. ചൈതന്യത്തിന്റെ ജലം കൊണ്ട് നിങ്ങളെ പവിത്രീകരിക്കാനുള്ള ആള് എന്നാണ്. അപ്പൊ ചൈതന്യ പുഷ്പം, ഇതൊക്കെ വാക്കുകളാണ്. ലളിതാ സഹസ്രനാമത്തിലുണ്ട് ദേവിയെ എങ്ങനെ ആരാധിക്കണം എന്ന് വെച്ചാൽ ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ. ചൈതന്യമായ കുസുമം കൊണ്ടും ചൈതന്യമായ അർഘ്യം, ജലമെടുക്കുമ്പോ ചൈതന്യാർഘ്യം കൊടുക്കുകയാണെന്നാണ്. അപ്പൊ ആ ചൈതന്യത്തിന്റെ ഒരു ചേതനയുടെ ഒഴുക്കിനെയാണ് ഗംഗ എന്നിവിടെ പറയണത്. ജ്ഞാനപ്രവാഹ ഗംഗ. ഒരു സ്രോതസ്, ആത്മസ്രോതസ് എന്നൊക്കെ ഭാഗവതം പറയണു. ആ സ്രോതസ്സിനെ അകമയ്ക്ക് കാണുന്നു. ആ സ്രോതസ് തന്നെ ശബ്ദബ്രഹ്മമെന്നും പറയാം, ചിത്ശക്തി എന്നും പറയാം. ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒരു താമര വളയത്തിന്റെ ഉള്ളിലുള്ള, തണ്ടിന്റെ ഉള്ളിലുള്ള വളരെ ചെറിയ നാര് കണക്ക് നമ്മളുടെ വ്യക്തിമണ്ഡലത്തിന് പുറകിൽ ഒഴുകുന്ന ആ സ്രോതസ്, ആ ശബ്ദബ്രഹ്മ സുദുർഭാവ്യം പ്രാണേന്ദ്രിയ മനോമയം എന്ന് പറഞ്ഞ് ഭഗവാൻ തുടങ്ങുന്നൊരു ഭാഗമുണ്ട് ഭാഗവതത്തിലും. അതുപോലെ ആ സ്രോതസ് നമ്മളുടെ ബോധമണ്ഡലത്തിനു പുറകിൽ അതുമായി സമ്പർക്കം ഏർപ്പെടുമ്പോൾ നമ്മളെ പവിത്രീകരിക്കുന്നതായിട്ടുള്ള ഒരു ഗംഗ, അറിവിന്റെ ഗംഗ, ചിത് ശക്തി, ശാരദ. ഗൂഢമായിട്ട് ഉള്ളിലിരിക്കുന്നു. ആ ശക്തിയുടെ സമ്പർക്കം കൊണ്ട് ത്രിഭുവന ജനനി, അവളാണ് ത്രിഭുവന ജനനി എന്നാണ്. എന്നുവെച്ചാൽ ത്രിഭുവനം മുഴുവൻ എവിടുന്നാ ഉണ്ടാകണത്? ആ ചിത്ശക്തി പതുക്കെ 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 സ്ഥൂലമാവുകയും ചിത്തമാവുകയും ചെയ്ത് അത് സങ്കല്പത്തിനെ വെളിയിൽ വിട്ട് 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 മനസ്സായി മാറി, കൂടുതൽ സ്ഥൂലമായി ഇന്ദ്രിയങ്ങളായി മാറി, കൂടുതൽ സ്ഥൂലമായി ശരീരമായി മാറി, ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തേക്ക് വ്യാപിച്ച് പ്രപഞ്ചമായി വിസ്തരിച്ച് മുമ്പിൽ നിൽക്കണം. അപ്പൊ ത്രിഭുവന ജനനിയാണവൾ. ത്രിഭുവനത്തിനെയും ജനിപ്പിക്കുന്നവളാണ് ഈ ചിത്ശക്തി. അകമേ ഉള്ള ചൈതന്യത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ചിത്ശക്തി, അതാണ് ത്രിഭുവന ജനനി, വ്യാപിനി ജ്ഞാനഗംഗ. ജ്ഞാനിയിൽ, സത്യത്തിനെ കണ്ടെത്തിയ ആളിൽ ഇവൾ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. വ്യാപിനി ജ്ഞാനഗംഗ. അപ്പോ എന്താവുന്നു? ഹൃദയത്തിൽ ഭഗവത് സാക്ഷാത്കാരം ഏർപ്പെടുമ്പോ കാശീക്ഷേത്രം ശരീരം, ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗ. നമ്മളിൽ രണ്ട് വസ്തുക്കളെ നമ്മൾ കാണും. ഒന്ന് നിശ്ചലമായ തത്വം, രണ്ട് ആ നിശ്ചലമായ തത്വത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശക്തി. ആ ശക്തിയുടെ കയ്യിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ശക്തിയെ തന്നെയാണ് ഈശ്വരൻ എന്നും പറയണത്. ആ ശക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ലോകജീവിതവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് സത്യദർശികളായ ജ്ഞാനികൾ പോലും ലോകത്തിൽ പിൽക്കാലത്ത് ജീവിക്കുമ്പോൾ ഭക്തിയെ ആശ്രയിച്ചുകൊണ്ട് ശരണാഗതരായിട്ട്, ശരണാഗതിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കും. അപ്പോ ആ
ശക്തിയുടെ കയ്യിൽ അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉപാധികളുടെയും ഒക്കെ ചാർജ് ആ ശക്തിയുടെ കയ്യിലാണ്. ത്രിഭുവനജനനീ വ്യാപിനി ജ്ഞാനഗംഗ. എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും ശരീരത്തിൽ ആവിർഭവിക്കുന്നു. തീർത്ഥക്ഷേത്രങ്ങളൊക്കെ ശ്രദ്ധാപ്രധാനമാണ്. ശ്രദ്ധയില്ലാത്ത തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. നാരദ മഹർഷി അതാണ് പറയണത് ഭാഗവതത്തില്. ഞാൻ ഭൂമിയിലൊക്കെ സഞ്ചരിച്ചു നോക്കി, തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോയി നോക്കി, തീർത്ഥങ്ങളുമില്ല, അപ്പോ ഒന്നുമില്ല, ആർക്കും ഒരു ശ്രദ്ധയില്ല, എല്ലാവരും കച്ചവടം ചെയ്യാനാണ് ഇപ്പൊ തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പത്മപുരാണത്തില് നാരദ മഹർഷി പറയുന്നു. എന്ന് വെച്ചാൽ പത്മപുരാണം ഏത് കാലത്ത് എഴുതിയോ എന്നറിയില്ല. ഈ കാലത്ത് നമ്മൾ കാണുന്ന പോലെയൊക്കെയാണ് പത്മപുരാണത്തിൽ അന്ന് എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെ തന്നെ പാശ്ചാത്യ ഗവേഷകന്മാരെ ഈ പുരാണമൊക്കെ പിൽക്കാലത്ത് എഴുതിയതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും 100 വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും ആശ്ചര്യമാണ്. കാരണം 100 വർഷം മുമ്പ് പോലും ഇങ്ങനെയൊന്നും ആയിട്ടില്ല. 100 വർഷം പോട്ടെ, 1000-2000 വർഷം നമുക്ക് കണക്കാക്കേ വേണ്ട. എന്നാലും പറയാം, അവരെന്തൊക്കെ തന്നെ ഗവേഷണം ചെയ്ത് ഈ പുരാണങ്ങളൊക്കെ ആധുനിക കാലത്ത് എഴുതപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചാലും 100 വർഷം എന്നൊന്നും പറയാൻ പറ്റില്ല. ആ പുരാണം ഇന്നത്തെ തീർത്ഥക്ഷേത്രങ്ങളെയൊക്കെ വർണ്ണിക്കുകയാണ്. അതായത് ഏകദേശം ഈ 50-60 വർഷങ്ങൾക്കിടയിലാണ് തീർത്ഥക്ഷേത്രം ഇങ്ങനെ ആയിരിക്കുന്നത്. തപോവനസ്വാമിയുടെ ജീവചരിത്രം നോക്കിയാൽ കാണാം, ആദ്യം അദ്ദേഹം പോകുമ്പോൾ ഋഷികേശിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഋഷികേശൊക്കെ മാറിയിരുന്നു. അപ്പൊ തീർത്ഥക്ഷേത്രങ്ങളൊക്കെ തന്നെ ശ്രദ്ധാശൂന്യമായ കച്ചവടക്കാരുടെ കയ്യിൽ പോകുമെന്നും തീർത്ഥക്ഷേത്രങ്ങൾ മുഴുവൻ അപവിത്രീകൃതമായിട്ട് തീരുമെന്നും സാധുക്കൾ ഒരിടത്തും ഉണ്ടാവില്ലെന്നും തീർത്ഥക്ഷേത്രങ്ങളൊന്നും സാധുക്കളെ കാണാൻ പറ്റില്ലെന്നും കലിയുടെ ദോഷമൊക്കെ പറഞ്ഞു വരികയാണ് നാരദൻ. അപ്പൊ തീർത്ഥക്ഷേത്രങ്ങൾ പോയി ആളുകൾക്ക് സമാധാനം ഉണ്ടാവുക വിഷമാണെന്നും ഒക്കെ കണ്ടിട്ടാണ് അത്ര ഈ ഭാഗവതം എഴുതിയത്. കാരണം തീർത്ഥക്ഷേത്രത്തിൽ പോകുന്നത് ഭക്തി ഉണ്ടാവാനാണ്, സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, കുറെ പണ്ടാസം മാത്രം ഉണ്ടെങ്കിലോ അവര് പിടിച്ചുകൊണ്ടുപോകും വഴിയിൽ കാണുമ്പോഴേക്കും ആളുകളെ. അപ്പോ തീർത്ഥക്ഷേത്രങ്ങള് എവിടെയുണ്ട് എന്ന് വെച്ചാൽ, തീർത്ഥക്ഷേത്രങ്ങളിൽ പോയി എനിക്ക് ഭക്തി വരണം, ശ്രദ്ധ വരണം, ഗുരുഭക്തി വരണം, ഇതൊക്കെ വരണം തീർത്ഥക്ഷേത്ര യാത്ര കൊണ്ട്, തീർത്ഥയാത്ര കൊണ്ട്. അതൊക്കെ എനിക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഉള്ളിൽ തന്നെ സദ്ഗ്രന്ഥപാരായണം കൊണ്ടും സത്സംഗം കൊണ്ടും ഒക്കെ കിട്ടുമെങ്കിൽ തീർത്ഥയാത്ര വേണ്ടെന്നാണ്. അവിടെ പോയിട്ട് ഇതൊക്കെ നശിക്കുകയാണെങ്കിൽ, അവിടെ പോയിട്ട് ഉള്ളതും പോവുകയാണെങ്കിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് അതൊക്കെ കിട്ടുമെങ്കിൽ അത് മതി. അതിനാണ് ഭക്തിശ്രദ്ധാ ഗയേയം. ഭക്തി, ശ്രദ്ധ, ഭക്തി എന്നുള്ളത് ഇവിടെ ഈ ശ്ലോകത്തിൽ ഗംഗയ്ക്ക് വിശേഷണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധാഭക്തിയായിട്ട് ഒറ്റവാക്കായിട്ടും നമുക്കെടുക്കാം. ഭക്തി എന്നുള്ളത് ഗംഗയ്ക്ക് വിശേഷണമായിട്ട് എടുക്കുകയാണെങ്കിൽ ജ്ഞാനസ്വരൂപിണിയായ ഗംഗ, ഗംഗാപ്രവാഹം, നമ്മളെ ആ കറണ്ട് എന്ന് പറഞ്ഞു, ആ കറണ്ട് എന്താണ്? ഭക്തി തന്നെയാണെന്നാണ്. വാസ്തവത്തിൽ ഭക്തി യോഗം എപ്പോ ഭക്തി ഉള്ളിൽ ഉദിക്കുന്നു, അഹങ്കാരത്തിന്റെ ക്ഷയം ഏർപ്പെടുമ്പോ നിത്യനിരന്തരമായ പ്രേമപ്രവാഹമാണല്ലോ ഭക്തി.
സ ഈശ്വര അനിർവചനീയ പ്രേമസ്വരൂപ. അനിർവചനീയ പ്രേമസ്വരൂപനായ ഭഗവാന്റെ അടുത്ത് നിത്യനിരന്തരമായ പ്രേമപ്രവാഹം. പ്രേമത്തിന് വിച്ഛിത്തിയില്ലാതാവണത് എപ്പോഴാ? വ്യക്തിത്വം ഇല്ലാതാവുമ്പോ. അവിടെ ഭഗവാനേ ഉള്ളൂ. ഭഗവാന്റെ സ്വരൂപം തന്നെ പ്രേമമാണ്, പ്രിയമാണ്. അത്തരത്തിലുള്ള പ്രിയമേ സ്വരൂപമായിട്ടുള്ള ഭക്തി തന്നെ ഗംഗ. പിന്നെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള ആദരവ്, സത്യബുദ്ധിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ വാക്കിനെ വേറെ ഒരു ഭാഷയിലും ട്രാൻസ്ലേഷൻ സാധ്യമല്ല. ഫെയ്ത്ത്, ഡിവോട്ടഡ് ഫെയ്ത്ത് എന്തൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോ. ആ ഒറ്റ വാക്കില്ല വേറെ ഭാഷയിൽ. ശ്രദ്ധ എന്നുള്ള വാക്കിന് വേറൊരു വാക്ക് നമുക്ക് പറയാനില്ല. വേദത്തില് ശ്രദ്ധാസൂക്തം എന്ന് ശ്രദ്ധയെ സ്തുതിച്ചുകൊണ്ട് തന്നെ സൂക്തമൊക്കെ ഉണ്ട്. ഒരാളിൽ അധ്യാത്മശ്രദ്ധ ഉദിക്കുന്നത് എപ്പോഴാണ്? തപസ്സുകൊണ്ടാണെന്നാണ് വേദം പറയണത്. തപസ്സുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം ഈ ശ്രദ്ധ എന്ന് പറയുന്ന ശക്തി ഉദിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നു, അതുകൊണ്ട് മേഘമുണ്ടാവുന്നു, അതുകൊണ്ട് മഴ പെയ്യുന്നു, മഴ കൊണ്ട് ഓഷധി വനസ്പതികൾ ഉണ്ടാകുന്നു, ഓഷധി വനസ്പതികൾ കൊണ്ട് അന്നം ഉണ്ടാവുന്നു, അന്നം ഭക്ഷിച്ച് പ്രാണനുണ്ടാവുന്നു, പ്രാണൻ കൊണ്ട് ബലമുണ്ടാവുന്നു, ബലം കൊണ്ട് തപസ് ചെയ്യുന്നു, തപസ് കൊണ്ട് ശ്രദ്ധ ഉദിക്കുന്നു എന്നാണ്. യാഭിരാദിത്യസ്തപതി താഭിഃ പർജന്യോ വർഷതി പർജന്യേനോഷധി വനസ്പതയഃ പ്രജായന്തെ ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഃ പ്രാണൈർബലം ബലേന തപസാ ശ്രദ്ധ. അങ്ങനെ പടിപടിയായി വന്ന് ശ്രദ്ധയാ മേധ, മേധയാ മനീഷ, മനീഷയാ മനഃ, മനസാ ശാന്തി, ശാന്ത്യാ ചിത്തം, ചിത്തേന സ്മൃതി, സ്മൃത്യാ സ്മാരം, സ്മാരേണ വിജ്ഞാനം, വിജ്ഞാനേന ആത്മാനം വേദയതി എന്ന് പടിപടിയായിട്ട് ആത്മജ്ഞാനം വരെ കൊണ്ടാക്കുന്ന ശ്രദ്ധാശക്തിയെ സ്തുതിക്കുകയാണ് വേദം. അപ്പൊ ശ്രദ്ധ എന്ന് പറയണത് തപസ്സുകൊണ്ട് മനുഷ്യനിൽ ശുദ്ധമായി ഭഗവത് വിഷയത്തിലും ഗുരുവിന്റെ അടുത്തുമൊക്കെ വരുമ്പോഴാണ് അതിന് ശ്രദ്ധ എന്ന് പേര്. അത് ലോകവിഷയങ്ങളിലൊക്കെ ആവുമ്പോ ആസക്തി എന്ന് പേരും. ഒരേ എണ്ണ ക്രൂഡ് ഓയിൽ എന്ന് പറയും, മണ്ണിന്ന് കുഴിച്ചെടുക്കുമ്പോ അല്ലെ. അത് റീഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ കെറോസിൻ. പിന്നെ അത് റീഫൈൻ ചെയ്തുകൊണ്ട് വന്നിട്ടാണ് പലതര എണ്ണകളാക്കി മാറ്റിയിട്ട് ഡീസലായിട്ടും പെട്രോളായിട്ടും പിന്നെ പ്ലെയിനില് പറക്കാനുള്ള ഇന്ധനമായിട്ടും പിന്നെ റോക്കറ്റ് വിടാനുള്ള ഇന്ധനമൊക്കെ ആയിട്ടും മാറ്റണത് ഒരേ ക്രൂഡ് ഓയിലിനെയാണ് റീഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അതേപോലെ അകമേ ഉള്ള ഒരേ ചിത്തം, ആസക്തിയായി വിഷയവാസനയായി ആഗ്രഹങ്ങളായി ഒക്കെ ഇരിക്കുന്ന അതേ ഊർജം തന്നെയാണ് ശുദ്ധമാവും തോറും ഭക്തിയായിട്ടും ആദരവായിട്ടും ശ്രദ്ധാശക്തിയായിട്ടും അവസാനം ചിത്തശക്തിയായിട്ടും പിന്നെ ആത്മാനുഭവമായിട്ടും മാറണത്. അപ്പോ ശ്രദ്ധ എന്ന് പറയണത് ആരിലെങ്കിലും ഉദിച്ചാൽ അയാൾ ഇനി ഗയ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഈ ശ്രദ്ധ ഉദിക്കുന്നത് തന്നെ ഗയ, ശ്രദ്ധാ ഗയ. അല്ലാതെ നമ്മളിപ്പോ ഈ തീർത്ഥക്ഷേത്രം ഗയയും പ്രയാഗും കാശിയും ഒക്കെ പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചോളണം, അവിടെ എന്തൊക്കെ കണ്ടാലും ഞാൻ ഉള്ളിലെടുക്കില്ല, എന്തായാലും പോവാൻ തീരുമാനിച്ചു, ഉള്ളിലുള്ളതോ വിശ്വാസമൊന്നും നഷ്ടപ്പെടാതെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്തിട്ട് വരാൻ തീരുമാനിച്ചിട്ട് പോയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മളുടെ യുക്തി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ കാണിക്കണ കൂത്ത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടി കിടന്നില്ല എന്ന് തോന്നും. ഇതിനു വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. അപ്പോ ശ്രദ്ധയാണ് ഗയയില് മുഖ്യം. ഗയയിലാണല്ലോ ശ്രാദ്ധം ചെയ്യാ. ശ്രാദ്ധം എന്ന് വെച്ചാൽ ശ്രദ്ധ കൊണ്ട് ചെയ്യുന്നതാണ്. ഭക്തിയാണ് അതിൽ പ്രധാനം.
പല ആളുകളും ചോദിക്കുന്നു, അച്ഛനും അമ്മയ്ക്കും വേണ്ടി ശ്രാദ്ധമൊക്കെ ചെയ്യുന്നു, അവർ മരിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജനിക്കുമോ എന്നൊക്കെ തന്നെ ഗീത പറയണു, എന്നിട്ട് പിന്നെ എന്തിനാ അവർക്ക് ശ്രാദ്ധം ചെയ്യണത്? നമ്മളിവിടെ ചെയ്താൽ അവിടെ പോയി എത്തുവോ? ശ്രദ്ധയാണ് ശ്രാദ്ധത്തിൽ പ്രധാനം. നമ്മളുടെ ജീവിതം മുഴുവനും ശ്രദ്ധയെ വളർത്താനുള്ള ഒരു യത്നമാണ്. ശ്രദ്ധയുടെ വളരെ പ്രധാനമായ ഒരു രൂപമാണ് കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. അതെല്ലാവരോടും, ഋഷികളോട് വേണം, അച്ഛനമ്മമാരോട് വേണം, പ്രകൃതിയോട് വേണം, ഭൂതങ്ങളോട് വേണം, കൂടെ താമസിക്കുന്ന മനുഷ്യരോട് വേണം, എല്ലാവരോടും വേണം. അതിന്റെ ഒരു ഭാഗമാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധയാണ് പ്രധാനം. വരുന്ന ആളുകൾ എങ്ങനെയോ ഇരിക്കട്ടെ, ചെയ്യുന്ന ആളുകൾ എന്തോ ചെയ്യട്ടെ, ഞാൻ എന്റെ ശ്രദ്ധയെ നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് പ്രയോജനം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവരെയൊക്കെ കാണാതിരിക്കാൻ നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ട് ശ്രദ്ധാഹതമാവും, ശ്രദ്ധ നശിപ്പിക്കപ്പെടും, വസ്തുക്കൾ പുറമേക്ക് പവിത്രതയില്ലെങ്കിൽ. അതുകൊണ്ട് അകമയ്ക്ക് ശ്രദ്ധ ഒരാളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശ്രദ്ധ തന്നെ അയാൾക്ക് ഗയയിലേക്ക് പോയതിന്റെ ഒക്കെ ഫലമായി. ഭക്തി ശ്രദ്ധാഗയേയം പ്രയാഗം. പ്രയാഗമെന്ന് വെച്ചാൽ അലഹാബാദിലെ ഉള്ള നദീസംഗമത്തിനാണ് ഇപ്പൊ നമ്മൾ പ്രയാഗ് എന്ന് പറയണത്. നിറയെ പ്രയാഗുണ്ട്. ദേവപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബദ്രിയിലേക്ക് മുകളിലേക്ക് ഗംഗയിൽ കയറി പോകുന്തോറും ഓരോടത്തും ഓരോ പ്രയാഗ കാണും. അളകാനന്ദയും മന്ദാകിനിയും കൂടി ചേരുന്നതൊരു പ്രയാഗ്. അളകാനന്ദയും മന്ദാകിനിയും കൂടി ചേർന്നിട്ട് അതിൽ ശോണ മുതലായിട്ടുള്ള നദികൾ വന്ന് ചേരുന്ന ഒരു പ്രയാഗം. അളകാനന്ദയും മന്ദാകിനിയും ശോണയും ഒക്കെ കൂടി ചേർന്ന സ്ഥലത്ത് ഭാഗീരഥി വന്ന് ചേരുന്നത് ഒരു പ്രയാഗം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ചോട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഹരിദ്വാരത്തില്. മോളിന്ന് ഗോമുഖിൽ നിന്നും ഭാഗീരഥി വരും, കേദാറിൽ നിന്നും മന്ദാകിനി വരും, ബദ്രിയിൽ നിന്നും അളകാനന്ദ വരും, വേറെ എവിടെ നിന്നും ശോണഭദ്ര വരും. ഇതൊക്കെ കൂടെ വേറെ പിന്നെ കർണ, പല നദികളും വരും. ഓരോന്നും ഓരോ പ്രയാഗിൽ കൂടിച്ചേരും. ഇതൊക്കെ കൂടിച്ചേർന്നിട്ട് ദേവപ്രയാഗാണ് ലാസ്റ്റില്. ആ ദേവപ്രയാഗ് കഴിഞ്ഞാൽ ഹരിദ്വാറിൽ വന്ന് ഇറങ്ങും, ഭൂമിയിൽ വന്നിറങ്ങും. അവിടുന്ന് പിന്നെ പതുക്കെ ഒഴുകി ഭൂസ്പർശമേറ്റ് ഒഴുകി കാശിയില് വരുന്നതിന് മുമ്പ് അലഹാബാദിലെത്തുമ്പോ അതിൽ യമുനയും ചേരും, അന്തർവാഹിനിയായി സരസ്വതിയും ചേരും. അപ്പൊ ഈ ഗംഗാ യമുന സരസ്വതി സംഗമത്തിനെയാണ് നമ്മൾ പ്രയാഗ് എന്ന് പറയുന്നത്. അതാവട്ടെ വൈദിക സംജ്ഞയാണ് എന്നാണ് ചിലരൊക്കെ പറയണത്. അതായത് ഈ 3 നദികളും വേദത്തില് പറയപ്പെട്ട നദികളാണ്. യമുനയെന്നും ഗംഗയെന്നും സരസ്വതി എന്നുള്ളതൊക്കെ തന്നെ വേദപ്രഥിതമായ നദികളാണ്. അതുകൊണ്ട് സരസ്വതി നദി ഏത് കാലത്ത് വറ്റിപ്പോയി എന്നും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഗവേഷകന്മാർ. ചില സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഈ സ്ഥലത്താണ് സരസ്വതി നദി ഒഴുകിയിരുന്നതെന്നും അത് വറ്റിപ്പോയതാണെന്നും പലവിധ അഭിപ്രായങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട്. സിന്ധു, സരസ്വതി ഇതൊക്കെ വേദത്തിലുള്ളതാണ്. അതിൽ ചിലരുടെ അഭിപ്രായം ഈ നദികളൊക്കെ തന്നെ ബാഹ്യമായ നദികൾക്ക് പേരിട്ടതാണ്. ആന്തരികമായ ചിലയിടത്ത് ഗായത്രി എന്ന് നദിക്ക് പേരുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു നദി ഉണ്ട്, ആ നദിക്ക് ഗായത്രി എന്ന് പേരുണ്ട്. അതിനർത്ഥം ആ നദിയാണ് ഗായത്രി എന്നർത്ഥമില്ലല്ലോ. വേദ എന്ന് നദിയുണ്ട്. അപ്പൊ നദിയുടെ പേരാണതെന്ന് അർത്ഥമില്ലല്ലോ. അപ്പോ ഗംഗാ യമുന എന്ന് പറയുന്നതും സരസ്വതി എന്നുള്ള അന്തർവാഹിനിയുമൊക്കെ തന്നെ ഗംഗയും യമുനയും കാണപ്പെടുന്നതാണ്. നിങ്ങൾ പ്രയാഗിൽ പോയാൽ കാണാം, ദൂരത്തു നിന്ന് ശബ്ദവും കേൾക്കും. അടുത്തെത്തുന്തോറും ആ ചല 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 ശബ്ദം കേൾക്കും. അത്
ഇപ്പൊ കേട്ടതല്ല, വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ കേൾക്കുന്നതാണ്. ഭരദ്വാജനോട് ചോദിക്കുന്നു, എന്താ ശബ്ദം എന്ന് ചോദിക്കുന്നു. ഭരദ്വാജാശ്രമത്തിൽ എത്തുമ്പോ പ്രയാഗിലാണ്. അവിടെ എത്തുമ്പോ രാമൻ ചോദിക്കുന്നു, എന്താ ശബ്ദം? അപ്പൊ ഭരദ്വാജൻ പറയണു, ഇവിടെ അടുത്ത് ഗംഗയും യമുനയും സരസ്വതിയും കൂടെ സംഗമിക്കുന്ന പ്രയാഗസ്ഥാനത്തിൽ ആ സംഗമത്തിന്റെ ശബ്ദമാണെന്നാണ്. അവിടെ സംഗമിക്കുമ്പോ നിങ്ങൾക്ക് ഒരു വശത്ത് ഗംഗയെ കാണാം, ഒരു വശത്ത് യമുനയെ കാണാം, വ്യക്തമായിട്ട് കാണാം. രണ്ടു വന്ന് ഒഴുകിയിട്ട് അങ്ങനെ ചേരുന്നത് കാണാം. ഒരു വശത്ത് ഗംഗ വെളുത്ത നിറത്തിൽ വരും, മറ്റൊരു വശത്ത് യമുന കറുത്ത നിറത്തിൽ വരും. കറുപ്പെന്ന് വെച്ചാൽ തികച്ചും കറുപ്പല്ല, പക്ഷെ ഒരു ഡാർക്ക്നെസ് കാണാം. ഇത് ഒരു ശുഭ്രവർണം കാണാം ഗംഗയില്. രണ്ടും വ്യത്യാസവും കാണാം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ യമുനാഷ്ടകത്തിൽ ആചാര്യസ്വാമികൾ കൃഷ്ണനും കുളിച്ച് യമുന കറുത്തുപോയി എന്ന് പറയണത്. മുരാരികായ കാലിമാലലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ടപാ ത്രിലോകശോകഹാരിണി മനോനുകൂലകൂല കുഞ്ച പുഞ്ചധൂത ദുർമദ ധുനോതു മേ മനോമലം കളിന്ദനന്ദിനി സദാ. അപ്പോ യമുന ഇങ്ങനെ വന്നു ചേരും, ഗംഗ ഇങ്ങനെ വന്നു ചേരും, സരസ്വതി കാണില്ല. അപ്പൊ സരസ്വതി അന്തർവാഹിനിയാണ്, ഉള്ളിൽ വന്ന് ഇതിന്റെ കൂടെ ചേരണുണ്ടെന്നാണ്. ഇപ്പൊ ബദ്രിയുടെ അടുത്ത് മാനാപാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വ്യാസൻ ഭാരതമൊക്കെ രചിച്ച ഗുഹ എന്നൊക്കെ പറഞ്ഞ സ്ഥലം കാണിച്ചു തരും. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോയി അത് മറയണു. അതാണ് സരസ്വതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പുരാണങ്ങളിലൊക്കെ സരസ്വതി നദി തീരത്തിലാണ് വ്യാസാശ്രമം ഉണ്ടായിരുന്നത് എന്നൊക്കെ ഭാഗവതത്തിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ആ നദിക്ക് സരസ്വതി എന്ന് പേരൊന്നുമില്ല. സരസ്വതി മറഞ്ഞുപോയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നതുമൊക്കെ. അപ്പോ സരസ്വതി, ഗംഗ, യമുന എന്നുള്ള മൂന്ന് നദികളുടെയും കോൺഫ്ലുവൻസിനെയാണ് പ്രയാഗം എന്ന് പറയുന്നത്. കൂടിച്ചേരൽ എന്ന സ്ഥലം. അപ്പൊ ആ പ്രയാഗത്തില് ഭക്തി, ജ്ഞാനം, യോഗം എല്ലാം ചേരുകയാണ്. ഭക്തിയുടെ പ്രതിനിധിയാണ് യമുന, ജ്ഞാനത്തിന്റെ പ്രതിനിധിയാണ് ഗംഗ. ഇത് രണ്ടും കൊണ്ട് ഏർപ്പെടുന്ന ഭഗവത് കൃപ അല്ലെങ്കിൽ ഭഗവത് അനുഭവത്തിന്റെ പ്രതിനിധിയാണ് കാണാൻ വയ്യാത്ത അന്തർവാഹിനിയായ സരസ്വതി. ആത്മാനുഭവത്തിന്റെ സ്വരൂപമാണ് സരസ്വതി. ഗായത്രിക്ക് തന്നെ അങ്ങനെയുണ്ട്. ഗായത്രിക്ക് സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ഗായത്രിക്ക് സാവിത്രി എന്നും സരസ്വതി എന്നും ഗായത്രി എന്നും പേരുണ്ട്. ഇതിന്റെ മർമ്മമറിയാത്ത ആളുകൾ പറയണത് രാവിലെ സാവിത്രി, ഉച്ചയ്ക്ക് സരസ്വതി, വൈകുന്നേരം ഗായത്രി എന്തൊക്കെയോ പറയും. അങ്ങനെയൊന്നും അല്ലാതെ സാവിത്രി എന്നുള്ളത് മന്ത്രത്തിന്റെ ദേവതയുടെ സവിതൃ ദേവതാ സംബന്ധമായതുകൊണ്ട് സാവിത്രി. ഛന്ദസ്സിന്റെ പേര് ഗായത്രി. അതുകൊണ്ട് ആന്തരികമായി ഏർപ്പെടുന്ന അന്തർവാഹിനി, കാണപ്പെടാത്തതായ അതിന്റെ അനുഭവം, ആ ചിത്തിന്റെ അനുഭവമാണ് സരസ്വതി. അപ്പൊ സരസ്വതി എപ്പോഴുമേ കാണാൻ വയ്യാത്തവളാണ്. അവളെപ്പോഴും ആന്തരികമാണ്, ശുഭ്രവർണ്ണമാണ് അവൾ. അപ്പോ ഇവിടെ ആ മൂന്നും കൂടെ ചേരുന്ന കോൺഫ്ലുവൻസ് അതെവിടെ ഉണ്ടാവും? അദ്ഭുതമായി എന്താ പറയാ, ആചാര്യസ്വാമികൾ ഹൃദയപൂർവമായിട്ട് അവിടെ പറയുന്നു, നിജഗുരു ചരണധ്യാനയോഗ പ്രയാഗ. സദ്ഗുരുവിന്റെ ചരണത്തിനെ ധ്യാനം ചെയ്യുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ സദ്ഗുരുവിന്റെ കൃപ, സദ്ഗുരു സാന്നിധ്യത്തിൽ ഈ മൂന്നും ഉണ്ടെന്നാണ്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗ. അപ്പോ അതായത് എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും തീർത്ഥനദികളും ഒരു ജ്ഞാനിയുടെ സന്നിധിയിലുണ്ട്. സത്സംഗത്തിലുണ്ട്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗ. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ആത്മാനുഭവം എല്ലാം അവിടെ ഉണ്ടാവുണ്ടല്ലോ.
അതുകൊണ്ടാണ് അതിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഹ. നിജഗുരു ചരണം എന്ന് വെച്ചാൽ അവനവന്റെ ഗുരുവിന്റെ ചരണം. ഗുരു ചരണം എന്ന് വെച്ചാൽ എന്താ? ഗുരുവിന്റെ പാദം എന്ന ബാഹ്യാർത്ഥം, ആന്തരാർത്ഥം ഗുരുഭക്തി എന്നർത്ഥം. ഗുരുഭക്തിയുടെയും ലക്ഷണം എന്താ? നമ്മളുടെ അഹങ്കാരത്തിന്റെ അടക്കമാണ്. അത് ആ സന്നിധിയിലേ അടങ്ങുള്ളൂ, വേറെ ഒരിടത്തും അടങ്ങില്ല. ഈ അഭിമാനം, ആ അഭിമാനത്തിനെ ഇല്ലാതാക്കുന്നതാണ് ഗുരുസന്നിധി എന്ന് പറയുന്നത്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗ. രാമാനുജാചാര്യരുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഗോഷ്ഠിപൂർണൻ, മഹാപൂർണൻ എന്ന് രണ്ടുപേർ. അതിലെയും മഹാപൂർണൻ ദിവസം ഒരു മുറിയിൽ കയറി വാതിലടച്ചിട്ട് ധ്യാനിക്കും. വളരെ നേരം ധ്യാനിക്കുമ്പോ ഒരു ദിവസം ശ്രീരാമാനുജൻ മഹാപൂർണനെ അദ്ദേഹം ശ്രീനാരായണനായിട്ട് തന്നെ കരുതിയിരുന്നു എന്നാണ് ആ ഭക്തി കൊണ്ട്. അപ്പൊ ഒരു ദിവസം രാമാനുജൻ മഹാപൂർണനെ നമസ്കരിച്ച് ചോദിക്കുകയാണ്, അങ്ങ് സ്വയമേവ നാരായണനാണെന്നാണ് എന്റെ ഭാവം. അങ്ങ് ആരെ ധ്യാനിക്കണം? അങ്ങക്ക് ധ്യാനിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ മഹാപൂർണൻ പറഞ്ഞു, ഞാൻ എന്റെ സദ്ഗുരു ഗോഷ്ഠിപൂർണനെ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണെന്ന്. അപ്പൊ രാമാനുജൻ പറഞ്ഞു, അത്രേ, ഞാൻ അങ്ങേ നാരായണനായി കരുതി, ഇപ്പൊ ഞാൻ അങ്ങേ നാരായണനേക്കാളും മേലെ കരുതുകയാണെന്നാണ്. അങ്ങ് നാരായണനേക്കാളും മേലെയാണ് എനിക്കിപ്പോ. ഗുരുഭക്തിയിലുള്ള ആ ശ്രദ്ധ, ആദരവ്, ഈ ആദരവ്, ഈ ശ്രദ്ധയാണ്. ഒരു വാക്ക് രണ്ട് വാക്കൊക്കെ കിട്ടിയാൽ മതി അവർക്ക് സ്വാനുഭവത്തിന്. അതേസമയം ഗുരു ഒരു ശരീരമല്ല, വ്യക്തിയല്ല എന്നുള്ള തത്വം അതിനോടൊപ്പം അറിഞ്ഞും കൊള്ളണം. വളരെ ജാഗ്രതയായിരിക്കണം. ഇത് വ്യക്തി ആരാധനയല്ല, ഭഗവതാരാധനയാണ്. പക്ഷെ അത് ഗുരുവിനോട് ആദരവും ശ്രദ്ധയൊക്കെ ആയിത്തീരുമ്പോ അത് ജ്ഞാനത്തിന് നമുക്ക് വളരെ പ്രബലമായിട്ട് തീരുന്നു. നാച്ചുറലായിട്ട് ആ ശ്രദ്ധയും ആരാധനയൊക്കെ ഗുരുവിനോട് വരും. പക്ഷെ വരുമ്പോഴും ഏകനാഥസ്വാമി അതിന് വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഗുരുവിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തി പോലെ വേറെ ആരും ഉദാഹരണം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ മുദ്ര തന്നെ ഏകാ ജനാർദ്ദനീന്നാണ്. ജനാർദ്ദന സ്വാമി അദ്ദേഹത്തിന്റെ ഗുരുവാണ്. എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വന്നപ്പോ കരഞ്ഞതേ ഇല്ല അത്ര അദ്ദേഹം. അപ്പൊ ഭക്തന്മാരൊക്കെ ചോദിക്കുകയാണ്, എന്തു ഭക്തിയാത്? അങ്ങേപോലെ ഒരു ഗുരുഭക്തനെ ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വരുമ്പോ ഒരു ചലനമില്ലാതിരിക്കുന്നുവല്ലോ. അപ്പൊ സ്വാമി പറഞ്ഞു, മരിച്ചു പോകുന്ന ഗുരുവും അത് കേട്ട് കരയുന്ന ഒരു ശിഷ്യനും, ആ ഗുരുവുമല്ല, ഈ ശിഷ്യനുമല്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഗുരുഭക്തി. ഗുരുഭക്തി നമുക്ക് ബാഹ്യമായിട്ട് ആ വ്യക്തിയോടും ആ രൂപത്തിനോടും നാമത്തിനോടും ഒക്കെ തന്നെ ഭക്തിയായിട്ട് നമുക്ക് കാണപ്പെടും, ആദരവൊക്കെ. പക്ഷെ നമുക്ക് സൂക്ഷ്മമായി അത് അറിയും വേണം. ആ ഗുരു വ്യക്തി മാത്രമല്ല, ഒരു തത്വമാണ്. ആ തത്വമാണ് അനേക മഹാത്മാക്കളിലൂടെ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഗുരു എന്നുള്ള ചണ്ടയൊന്നും അവിടെ ഉണ്ടാവില്ല. വാസ്തവത്തിലുള്ള ജ്ഞാനികളെ കണ്ടാൽ നമുക്ക് ഭേദമേ തോന്നില്ല. ശരിക്ക് ഗുരുതത്വത്തിനെ ആരറിഞ്ഞോ അവർക്ക് ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞു. ആത്മതത്വം അറിയുന്നവർക്കേ ഗുരുതത്വവും മനസ്സിലാവുകയുള്ളൂ. അവർക്ക് ശരിയായ ജ്ഞാനികളെ കണ്ടാൽ അറിയാനുള്ള ഇൻറ്റ്യൂഷനും അവരുടെ ഉള്ളിലുണ്ടാവും. അവര് വേറെ എവിടെയും പെട്ടുപോവുകയില്ല. വ്യക്തി ആരാധനയിലൊന്നും അവർ കൊടുങ്ങില്ല. ജ്ഞാനികൾക്ക് തമ്മിൽ അവർക്ക് ഭേദവും ഉണ്ടാവില്ല. എല്ലാത്തിനകത്തുള്ള ഒരേ വസ്തുവിനെ അവർ കാണും. ബാഹ്യമായ ലക്ഷണം വെച്ചുകൊണ്ട് അവരാരെയും സമ്മതിക്കൂല. അവരിൽ ആ വിവേകശക്തി ഉണ്ടാവും. സത്യം കണ്ടെത്തിയവരാരാണെന്ന് അറിയാനുള്ള ഇൻറ്റ്യൂഷൻ അവരിലുണ്ടാവും. അങ്ങനെ അറിഞ്ഞ് ആ നിജഗുരുചരണധ്യാനയോഗം തന്നെ പ്രയാഗം. അപ്പോ നിജഗുരുചരണത്തിനെ ധ്യാനിച്ചാൽ പിന്നെ മറ്റൊരു പ്രയാഗവും വേണ്ട. ഏറെ ഒരു തീർത്ഥ നദീ സ്നാനം ഒന്നും ആവശ്യമില്ല എന്നാണ്. നിജഗുരുചരണധ്യാനയോഗ പ്രയാഗ. ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ അടുത്ത് ഒരു മഠത്തില് പഴയ ഒരു ഭക്തൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു
ആരാധിക്കുന്ന ദേവതകൾ പല മന്ത്രങ്ങളും ഞാൻ ജപിക്കുന്നു, പല ദേവതകളെ ആരാധിക്കുന്നു. പക്ഷെ ആ ദേവതകളുടെ രൂപത്തിലൊന്നും ആകർഷണമേ തോന്നണില്ല. ആ ദേവതകളുടെ രൂപം സഹജമായി നമ്മളെ ആകർഷിക്കുന്നതും നമ്മളിൽ പ്രിയം ജനിപ്പിക്കുന്നതും ആനന്ദം ജനിപ്പിക്കുന്നതുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് നമ്മൾ മെനക്കെട്ട് എത്ര തന്നെ ഹൃദയത്തിൽ വെച്ചാൽ ആകർഷണം തോന്നണില്ല എന്ന് അയാൾ പറഞ്ഞപ്പോ സ്വാമികൾ പറയാണ്, നിങ്ങൾക്ക് സഹജമായ ആകർഷണം തോന്നുന്നതും ഭക്തി ഉണ്ടാക്കുന്നതും ജ്ഞാനം വൈരാഗ്യമൊക്കെ പൂർണ്ണമായിട്ടുള്ളതും നിങ്ങൾ മെനക്കെടാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ബാക്കി എന്ത് മന്ത്രം വേണമെങ്കിൽ ജപിക്കാവുന്നതുമായ ഒരു രൂപമല്ലേ അങ്ങക്ക് വേണ്ടത്? അതെ. അദ്ദേഹത്തിന് അനേകം മന്ത്രജപമുണ്ടേ. അപ്പൊ ഓരോന്നിനും ഓരോ ദേവത ധ്യാനിക്കണം. അതോടാണ് അദ്ദേഹത്തിന് വിഷമം. അപ്പോ ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഗുരു ശിവാഭിനവ നരസിംഹഭാരതി സ്വാമി, ആ നരസിംഹഭാരതി സ്വാമിയിൽ നിന്നും മന്ത്രോപദേശം വാങ്ങിച്ച ഒരു വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആചാര്യരെ തന്നെ ധ്യാനിക്കാമല്ലോ. അപ്പൊ ദേവതകളിലൊക്കെ മന്ത്രം ജപിക്കുമ്പോ സ്വാമികളെ ധ്യാനിക്കാവോ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പാടില്ല? ബാല്യം മുതൽ ആ ബാല്യ ബ്രഹ്മചാരിയായിരുന്നു, ജീവൻ മുക്തനായിരുന്നു, ഒരു പശുവിന്റെ രൂപത്തിൽ സകല ദേവതകളും കുടികൊള്ളുന്നു പറയുമ്പോ ഒരു ജീവൻ മുക്തന്റെ ഉള്ളിൽ, ബ്രഹ്മനിഷ്ഠനായ ഒരാളുടെ ഉള്ളിൽ എല്ലാ ദേവതകളും ഇല്ലേ? അതിനെ ധ്യാനിച്ചോളൂ. അദ്ദേഹത്തിന്റെ ഗുരുഭക്തി, അദ്ദേഹത്തിനുള്ള ആ ഗുരുഭക്തിയിൽ പറയാണ്, നരസിംഹഭാരതി സ്വാമികളുടെ ഫോട്ടോവിനെ രൂപത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ മന്ത്രവും ജപിച്ചോളൂ എന്ന് പറഞ്ഞു. അത്രയും നിജഗുരു ചരണധ്യാനയോഗ പ്രയാഗ. അപ്പൊ പക്ഷേ ഗുരുവിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ രൂപത്തിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോ എല്ലാ രൂപവും ഒന്നും റെക്കമെൻഡബിൾ അല്ല. നമ്മൾക്ക് ഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളുടെ ദശയിൽ പലരെയും കണക്കാക്കും, നമ്മൾ ഇരിക്കുന്ന സ്റ്റേറ്റിൽ. അതുകൊണ്ട് നമ്മൾ പവിത്രമായി പൂർണ്ണമാവുന്ന വരെ നമുക്ക് ഏതെങ്കിലും ഇഷ്ട ദൈവത്തിന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നത് തന്നെയാണ് നല്ലത്. ഗുരു എപ്പോഴും തികച്ചും ജീവൻ മുക്തനും സർവസംഗ പരിത്യാഗിയും നിത്യശുദ്ധനുമായിട്ടുള്ള ആളാണെങ്കിലേ ധ്യാനിക്കാൻ യോഗ്യതയാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആന്തരികമൊക്കെ അവരുടെ രൂപത്തിലും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ രൂപവും ഒന്നും ധ്യാനയോഗ്യമല്ല. അതുകൊണ്ട് ഗുരുചരണധ്യാനം എന്ന് പറഞ്ഞ് നമുക്ക് ഗുരു എന്നുള്ളത് അഖണ്ഡാകാര തത്വമാണ്, ദക്ഷിണാമൂർത്തിയാണ്, സദാശിവനാണ്, നാരായണനാണ്. എന്തെങ്കിലുമൊക്കെ ഭാവം വെച്ചുകൊള്ളുക. ആ ഭാവത്തിൽ ആ ഗുരുതത്വത്തിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. അത് തന്നെ പ്രയാഗം. എല്ലാത്തിനും മേലെ പറഞ്ഞു, വിശ്വേശോയം തുരീയ സകല ജനമന സാക്ഷിഭൂതോന്തരാത്മ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളില് ജാഗ്രത്തിൽ നമ്മളുടെ ജീവാഹന്തയ്ക്ക് വിശ്വൻ എന്ന് പേര്, സ്വപ്നത്തിൽ തൈജസൻ എന്ന് പേര്, സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്ന് പേര്, ആത്മാനുഭവ മണ്ഡലത്തിൽ തുരീയൻ എന്ന് പേര്. തുര്യൻ എന്ന് വെച്ചാൽ 4ാമത്തവൻ എന്നർത്ഥം. ആ തുര്യമാണ് നമ്മളുടെ സ്വരൂപം. തുര്യം എന്നുള്ളത് ഒരു 4th സ്റ്റേറ്റ് അല്ല വാസ്തവത്തിൽ. എല്ലാ സ്റ്റേറ്റിനും പുറകിലുള്ളതാണത്. പക്ഷേ അത് മാത്രമായി പ്രകാശിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് 4th. അതിൽ 3 അടക്കമാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും സാക്ഷിയായി നിൽക്കുന്ന ബോധത്തിനാണ് തുരീയം എന്ന് പേര്. ആ തുരീയനാണ് വിശ്വേശ്വരൻ, അതായത് കാശി വിശ്വനാഥൻ. ഉള്ളിലുള്ള അന്തര്യാമി വിശ്വേശോയം തുരീയ. ആ തുര്യൻ എവിടെ ഇരിക്കുന്നു? സകല ജനമന സാക്ഷിഭൂത. എല്ലാ ജനങ്ങളുടെയും അന്തർഹൃദയത്തിൽ സാക്ഷിയായിട്ടിരിക്കുന്നവനാണ് സകല ജനമന സാക്ഷിഭൂതോ അന്തരാത്മാ. അന്തരാത്മാവാണ്. ഇത്രയും എന്നിലുണ്ടെങ്കിൽ, അതായത് എന്നിൽ ഭക്തിയാവുന്ന ഗംഗയുണ്ടെങ്കിൽ, ശ്രദ്ധയാവുന്ന ഗയയുണ്ടെങ്കിൽ, സദ്ഗുരുധ്യാനമാവുന്ന പ്രയാഗമുണ്ടെങ്കിൽ, തുര്യനായ ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ, തീർത്ഥമന്യത് കിമസ്തി, ഇനി വേറെ ഒരു തീർത്ഥക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യും?
രമണ ഭഗവാനെ ഹരിദ്വാറിലേക്കൊക്കെ വിളിച്ചപ്പോ അവിടെ ഗംഗ കാണണ്ടേ ഭഗവാൻ, എത്ര നന്നായിരിക്കണു. ഭഗവാൻ പറഞ്ഞു, അങ്ങേ എന്നാ പഞ്ചഭൂതത്തെ തവിര ആറാവത് ഒരു ഭൂതം ഇരിക്കോ. ഇനി അവിടെ പുതിയതായിട്ട് അവിടെ പോയിട്ട് എന്താ കാണാനുള്ളത്? നിത്യനിരന്തരം സ്വയം തീർത്ഥമായിരിക്കുന്നവർക്ക് വേറെ ഒരിടത്ത് പോയി എന്ത് കാണും? തീർത്ഥമന്യത് കിമസ്തി. അഖണ്ഡാനന്ദ സ്വാമി ഒരു സാധുവിനെ കുറിച്ച് കഥ പറയുന്നുണ്ട്. അവധൂതനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം അഖണ്ഡാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്. അപ്പൊ ആ സാധുവിന്റെ അടുത്ത് അഖണ്ഡാനന്ദ സ്വാമി എപ്പോഴും വേദാന്തം പറയും. ആ സാധുവിന് ഈ ഭക്തി സാധാരണ ഉള്ളതൊന്നും അദ്ദേഹത്തിന് സമ്മതമല്ല. അദ്ദേഹം പറയും, ഇവരെന്താ ഈ കാണിച്ചു കൂട്ടണത്? എല്ലാവരുടെ ഉള്ളിലുള്ള ആ സത്യത്തിനെ അറിയാതെ ഇവരിങ്ങനെ എന്തൊക്കെയോ വികാരപ്പെട്ടുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ചിലപ്പോ. അദ്ദേഹം പണമൊന്നും തൊടുവില്ല, അവധൂതനായിട്ട് നടക്കും, കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടും ഒക്കെ നടക്കും. പരമവേദാന്തിയാണ്. അപ്പൊ അഖണ്ഡാനന്ദ സ്വാമി വൃന്ദാവനത്തിലാണ്. അപ്പൊ വൃന്ദാവനത്തിൽ ഈ സാധുവിനടുത്ത് പറഞ്ഞു, വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയണ്ട, തന്നെ ആരെങ്കിലും അടിക്കും. നീ പറയണത് കേൾക്കൂ, കുറച്ച് നമ്മളും ബാഹ്യമായിട്ട് ഭക്തിയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ബദ്രിയിലേക്ക് പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. ഗുരുവിനോട് അപാര ഭക്തിയാണ്. ഒട്ടനെ നമസ്കരിച്ചിട്ട് ബദ്രിയിലേക്ക് പോയി. ബദ്രിക്ക് നടന്നു. വാഹനത്തിലൊന്നും പോവില്ല അദ്ദേഹം. ബദ്രിക്ക് നടന്നു. കുറെ ദിവസം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നു. അഖണ്ഡാനന്ദ സ്വാമിയുടെ അടുത്ത് വന്നു. അപ്പൊ അഖണ്ഡാനന്ദ സ്വാമി ചോദിച്ചു, ബദ്രിയിലേക്ക് പോയോ? പോയി. അവിടെ ബദ്രി നാരായണനെ കണ്ടു. ഒന്നും കണ്ടില്ല. അളക്കാനന്ദൻ, നിങ്ങൾ ബദ്രിയിൽ പോയിട്ട് വരാൻ പറഞ്ഞു, ബദ്രിയിൽ പോയിട്ട് വന്നു. ബാക്കി നാരായണനും ഗംഗയും ഒക്കെ ഉള്ളിലുണ്ടെന്നാണ്. ബദ്രിയിൽ പോവാൻ പറഞ്ഞു, ഞാൻ ബദ്രിയിൽ പോയി. അവിടെ ഗംഗയിൽ കുളിക്കണമെന്നോ അവിടെ പോയി അമ്പലത്തിൽ പോയി ആരെങ്കിലും ഒക്കെ കാണണമെന്നൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. സ്വാമി പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. പറഞ്ഞ അനുസരണാണ് നിജഗുരു ചരണ ധ്യാന യോഗ. ബദ്രിയിൽ പോവാൻ പറഞ്ഞ ബദ്രിയിൽ പോയിട്ട് വന്നു. അവർക്കൊന്നും ആഗ്രഹവുമില്ല, ഒന്നും പ്രത്യേകിച്ച് ഒരിടത്ത് പോയി ഒന്ന് കാണണം എന്നുള്ളതുമില്ല. അവർക്ക് അഹങ്കാരവുമില്ല, എന്തെങ്കിലും നേടണം എന്നുള്ളതുമില്ല. പിന്നെ അവരെന്ത് ചെയ്യും? എവിടെ പോയിട്ട്? തീർത്ഥമന്യത് കിമസ്തി. അവര് തന്നെ നടമാടുന്ന തീർത്ഥങ്ങളാണ്. അപ്പോ വിശ്വേശോയം തുരീയ സകലജനമനസ്സാക്ഷിഭൂതോന്തരാത്മാ ദേഹേ സർവം മദീയേ യദി വസതി പുനഃ തീർത്ഥമന്യത് കിമസ്തി. വേറെ തീർത്ഥം എന്താ ഉള്ളത് എന്നാണ്. അങ്ങനെ കാശി പഞ്ചകം. ഈ 6 ദിവസമായിട്ട് 5 ശ്ലോകം കാശി പഞ്ചകം സമാപ്തം. ഇനി കാശി പഞ്ചകത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം. അപ്പോ ദിവസം കാശിയിലിരിക്കും. കാശി മഹിമ പറയണത് തന്നെ കാശിയിലേക്ക് ഞാൻ പോകും, ഒരിക്കൽ കാശിയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ തന്നെ കാശിയിൽ പോയ ഫലം കിട്ടും അത്രേ. അപ്പൊ പിന്നെ ഇത് ധ്യാനിച്ചാൽ കിട്ടില്ലേ? അഹം കാശീം ഗമിഷ്യാമി തത്രൈവ നിവസാമ്യഹം ഇതി ബ്രുവാണ സതതം കാശീവാസഫലം ലഭേത് എന്നാണ്. ഇതിപ്പോ നമ്മൾ ദിവസം ഗംഗയെ ധ്യാനിക്കലും വിശ്വനാഥനെ ധ്യാനിക്കലും ഒക്കെ ആയി. കാശീക്ഷേത്രം ഇവിടെ തന്നെ വന്നുപോകും. നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ കാശീക്ഷേത്രമായിട്ട് തീരും. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.